നിലമ്പൂർ പുതിയ സ്വകാര്യ ബസ് സ്റ്റാൻഡിലെ ശൗചാലയം തുറന്നു പ്രവർത്തിപ്പിക്കാത്തതിൽ പ്രതിഷേധിച്ച് നഗരസഭാ കൌൺസിലർമാരും മുൻ ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകരും ചേർന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് കുത്തിയിരിപ്പ് സമരം നടത്തി. യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും വയോജനങ്ങൾക്കും ഉൾപ്പെടെ പൊതുജനങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ബസ് സ്റ്റാൻഡിൽ ലഭ്യമല്ലെന്നും കഴിഞ്ഞ 1.5 മാസത്തോളമായി പ്രാഥമികാവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാതെ യാത്രക്കാർ ദുരിതമനുഭവിക്കുകയാണെന്നും സമരക്കാർ ആരോപിച്ചു. ശൗചാലയം തുറന്നു പ്രവർത്തിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ ചെയർപേഴ്സൺ, സെക്രട്ടറി ഉൾപ്പെടെയുള്ള അധികൃതർക്ക് രേഖാമൂലവും നേരിട്ടും നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടിയുണ്ടായില്ലെന്നും ഭരണസമിതി അവഗണന തുടരുകയാണെന്നും അവർ പറഞ്ഞു. ദിവസേന ആയിരക്കണക്കിന് പേരാണ് വിദ്യാർത്ഥികളും വയോജനങ്ങൾ ഉൾപ്പെടെ ഈ ബസ് സ്റ്റാൻഡിനെ കേന്ദ്രീകരിച്ച് യാത്ര ചെയ്യുന്നത്. കഴിഞ്ഞ 1.5 മാസമായി ഇവിടെ ഈ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ യാത്രക്കാർക്ക് സാധിക്കുന്നില്ല എന്നുള്ള ഗുരുതരമായ പ്രശ്നമാണ് നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. നിരവധി തവണ നഗരസഭാ അധികാരികളോട്, ചെയർപേഴ്സണോട്, നഗരസഭാ സെക്രട്ടറിയോട് രേഖാമൂലം അല്ലാതെയൊക്കെ പരാതി നൽകിയെങ്കിലും ഈ വിഷയത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് നഗരസഭ ഭരണസമിതി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധം ഇന്ന് നാടാകെ ഏറ്റെടുത്തിരിക്കുകയാണ്. ആ പ്രതിഷേധത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും ഈ വിഷയം പരിഹരിച്ചിട്ടില്ലെങ്കിൽ ഈ നഗരസഭയിൽ ഈ പൊതു റോഡ് തടഞ്ഞുകൊണ്ടുള്ള വലിയ സമര പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാവും. പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണാത്ത പക്ഷം പൊതുറോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള ശക്തമായ സമരപരിപാടികളിലേക്ക് കടക്കുമെന്നും സമരക്കാർ മുന്നറിയിപ്പ് നൽകി. ഈ ചാനൽ ന്യൂസ്, മഞ്ചേരി. KSFE വളാഞ്ചേരി ബ്രാഞ്ചിൽ ഉടൻ ആരംഭിക്കുന്നു 100 മാസ ചിട്ടി. 25 ലക്ഷം രൂപയുടെ ചിട്ടി. വീട് പണിയാൻ, ബിസിനസ്സിന് എല്ലാത്തിനും അനുയോജ്യം. വളാഞ്ചേരി ബ്രാഞ്ചുമായി ഉടൻ ബന്ധപ്പെടുക.